ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരു ടീസർ എടുത്ത് നോക്കി. മോനെ പൊള്ളി, പ്ലക്ക് വെടി തീ കത്തിക്കൽ പടം അമ്മാതിരി സാധനം. ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ 3 crore കവിഞ്ഞിട്ടുണ്ട് അത്രക്കും. ഇപ്പം ഞാനിത് എടുത്ത് നോക്കി വിചാരിച്ച മാതിരിയല്ല, പലരും ഇതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി എന്ന് പറഞ്ഞ പുളി, അതായത് ടോക്സിക് ഫിലിമിൻ്റെ, സോറി ഞാൻ പറഞ്ഞപ്പോൾ ട്രാക്ക് പോയാണ്. ടോക്സിക് എന്ന് പറയുന്ന ഫിലിമിൻ്റെ യാഷിൻ്റെ KGF കഴിഞ്ഞ് ഒരുപാട് വലിയൊരു ഗ്യാപ്പിന് ശേഷം യാഷ് കൊണ്ടുവന്ന ഒരു പടമാണ് ടോക്സിക്. തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും. ആ ടീസർ കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ആ ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ സംഭവം ഒക്കെ അതിലുണ്ട്. പക്ക് വെടി തിജി കത്തിക്കൽ പടം അമ്മ എത്ര സാധനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് കണ്ടോ കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഹോളിവുഡ് സ്റ്റൈല്, നമ്മൾ എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു ഫീലാണ് ഈ ടീസർ കണ്ടപ്പോൾ തന്നെ കിട്ടിയത്. അപ്പോൾ ആ തിയേറ്ററിൽ നമ്മൾ ഈ പടം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റോമാഞ്ചം എങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. My son to have a peaceful burial. നല്ല സ്ഥലത്തുനിന്നാണ് I don't think so. Nobody's so insane. പക്ക ഹോളിവുഡ് സിനിമ ടൈഷോ. നമ്മളൊരു ഇംഗ്ലീഷ് പടം കാണുന്ന അതേ ഫീലിംഗ് ആണ് ടീസർ കാണുമ്പോൾ കിട്ടുന്നത്. കുറെ ആൾക്കാർ കണ്ടിട്ട് എങ്ങനെ ടൈറ്റാനിക് അനക്കൊണ്ട സ്പൈഡർമാൻ. മോനെ ഒരു കിടു ജാതി കാറ് വന്നിട്ടുണ്ട് കേട്ടോ. എമ്മാതിരി സാധനം. അത് വന്ന് മരത്തിന് കുത്തി ചെയ്ത് ഇനി എന്താ ഉണ്ടാവുക നമ്മൾ നോക്കാം. ഞാൻ ആ വരവ് കണ്ടപ്പോ സംഭവം ഞാൻ എന്താ വിചാരിച്ചറിയോ, ഇതിന് ഞാൻ യാശി വരാനാ കരുതി. വന്നാണ്ട് ഇറങ്ങിയത് വല്ലിപ്പയാണ്. വല്ലിപ്പ മാസ സീന് സാധനം കേട്ടോ, വേറെ ലെവല്. സീന് മാറിട്ടോ, സീന് മാറി, ലെവല് മാറി. കാപ്പ പൊട്ടി വെക്കുക. ലെവല് മാറി. പ്ലക്ക് പൊട്ട ഒഴിവാക്കാം. നമ്മുടെ ചാനലിന്റെ പേര് ഐമാസ് ഫാമിലി എന്നാണ്. വേണ്ട കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യലോ. അതാ വേണ്ടത്. ഐമാസ് ഫാമിലി എന്നാണ്. കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ അടിച്ചു വിട്ടത് കഴിഞ്ഞെന്ന് കരുതി. ഏതാ സംഭവം. ലെവല് മാറിട്ടോ. ആള് വരുന്നുണ്ട്, ആശാൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ യാഷിന്റെ എത്ര പടം ഉണ്ട് സംഭവം ഒന്നും എനിക്കറിയില്ല. ഞാൻ ആകെ എൻ്റെ പടം കണ്ടത് KGF ആണ്. KGF കണ്ടതിന് ശേഷം അതും 2 തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അത് കണ്ടതിന് ശേഷം ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ്, ടോക്സിക് ഞാൻ എന്തായാലും കാണും. ഐശോ എനിക്കത് കാണാന്ന് പറഞ്ഞാൽ ഞാൻ അന്യം കൊണ്ടുതന്നെ പോകുള്ളൂ. ഇന്ന വരെ ഞാൻ എനിക്ക് കാണാന്ന് പറഞ്ഞ പടം ഞാൻ ഒറ്റക്ക് പോയി കണ്ടോ ചോദിച്ചോ. ഞാൻ ഫ്രണ്ട്സുകളൊക്കെ പോയി കണ്ടിടണോ ഇല്ലേ പറയും. എന്താണ് മ്യൂസിക് കമ്മല വരെ. ഇവന്റെ ഈ നടത്തണ്ടല്ലോ, അതാണ് മെയിൻ. KGF അങ്ങനെയാണ് കേട്ടോ. അവന്റെ റോക്കി ബായിന്റെ നടത്തം, റോക്കിംഗ് സ്റ്റാർ അല്ലേ. ഹാപ്പി ബർത്ത്ഡേ ഇന്ന് യാഷിന്റെ ബർത്ത്ഡേ തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ടീച്ചർ ഇറക്കിയത് തോന്നുന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് കാണിക്കുന്നുണ്ട് ഇതില്. അല്ലല്ല, അവന്റെ ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ എന്നാണ്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ എന്നാണ്. അപ്പോൾ മോനെ അടിപൊളി പിജി. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. അടിപൊളി. ട്രെയിലർ എങ്ങനെ കാരണം അടിപൊളി പറഞ്ഞാൽ വേറെ ലെവലില് സാധനം. അതായത് ഞാൻ പറഞ്ഞില്ലേ, തിജി വെടി കത്തിക്കല് പക്കി.
എല്ലോ ടിജി വെടി കത്തിക്ക പ്ലക്ക് എല്ലോ പക്ക വേറെ ലെവല്. Daddy's home. ഹോം വേറെ ലെവല് പടം സെറ്റ്. അയ്യോ വേറെ ലെവല് പറഞ്ഞാൽ വേറെ ലെവല് പടം കേട്ടോ. പടം എന്നല്ല നമ്മ ഫൈറ്റ് 19/3/26 റിലീസാവുന്നത്. 19 എങ്ങനെ മാർച്ച് 19 റിലീസാവുന്നത്. ഇത് കണ്ടപ്പോ തന്നെ ഒരുവിധം എല്ലാരും എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ടാവും കാണണം കേട്ടോ. ഇതിലേ അശ്വതി വേറൊരു ഇത് കൂടി ഉണ്ടടാ. ഇതിലേ നമ്മൾ വിചാരിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. നയൻതാരൊക്കെ ഉണ്ട് പടത്തില്. തന്നെ കാര്യം നയൻതാര, യാഷുണ്ട്, നയൻതാര. പിന്നെ ഇതിന്റെ കഥ ഇത് കഥ എഴുതിയതാണ് ഇവർ തന്നെയാണ്. യാഷും ഗീതു മോഹൻദാസും ഇവരെ രണ്ടാടി പാടാണത്. ഇവരെ എഴുതിയ കഥയാണ്. ഇത് ഡയറക്റ്റ് ചെയ്യുന്നതും ഗീതു മോഹൻദാസാണ്. അപ്പോൾ പടം ഏതായാലും വേറെ ലെവലാണ്. കുറെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാനിത് ടോക്സിക്കിന്റെ ഈ ഇത് കണ്ടപ്പോൾ ഹൈപ്പ് കണ്ടപ്പോൾ ഞാൻ വന്നാണ്ട് ഈ ടീച്ചർ എടുത്ത് നോക്കി. അപ്പോൾ 3 crore കഴിഞ്ഞിട്ടുണ്ട്. കണ്ടപ്പോൾ സാധനം കിളി പോയി എന്ന് പറഞ്ഞാൽ അമ്മതിരി തീയ സാധനം, അമ്മതിരി സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും. എജ്ജാതി സാധനം. ഞാൻ സത്യം പറയാം 2025 അതിന് മുമ്പ് കണ്ടത് എനിക്കല്ല. 2025 ഞാൻ ഇമ്മാതിരി ഒരു ടീച്ചറോ ട്രെയിലറോ ഞാൻ കണ്ടിട്ടില്ല. ഈ പടം കണ്ടിട്ട് പറയാം ബാക്കി എങ്ങനെ ഉണ്ട് ഈ ടീച്ചറിനൊക്കെയുള്ള സംഭവം ഉണ്ടോ എന്നുള്ളത്. ഓക്കെ ബൈ.